വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് തഫ്ഹീമു തിലാവയിൽ നിന്നുള്ള എഴുത്ത് പരീക്ഷയുടെ മോഡൽ പേപ്പറാണ് നോക്കുന്നത്. ഇത് തയ്യാറാക്കിയതാണ്. അപ്പോൾ ഇതിലുള്ളതൊക്കെ കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കുക. ഏതിൻ്റെ രൂപങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഇതിൽ വ്യക്തമായി പറയും. ആദ്യത്തെ പ്രവർത്തനം, ബോർഡിൽ നോക്കി പദങ്ങൾ എഴുതാം. ബോർഡിൽ നോക്കിയിട്ട് ഇങ്ങോട്ട് പദങ്ങൾ എടുത്തെഴുതുകയാണ് ചെയ്യേണ്ടത്. ഓരോ പദങ്ങളും എഴുതുമ്പോൾ പുള്ളികളും അതുപോലെ തന്നെ ഷദ്, ഹറക്കത്തുകൾ, ഫത്തഹ്, കെസർ, ലമ്മ്, തൻവീൻ ഫത്തഹ്, തൻവീൻ കെസർ, തൻവീൻ ലമ്മ്, ഷദ്, സുക്കൂൻ, ഇതൊക്കെ ശ്രദ്ധിച്ച് എന്ത് ചെയ്യണം, എഴുതണം. അതുപോലെ തന്നെ ഓരോ പദങ്ങളും എഴുതുമ്പോൾ നല്ല വൃത്തിയിൽ അതിലെങ്ങനെയാണോ ഏകദേശമൊക്കെ എഴുതിയിട്ടുള്ളത് അതുപോലെ തന്നെ എഴുതാൻ ശ്രമിക്കുക. വളവും അതുപോലെ തന്നെ അക്ഷരം തിരിയായിക അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അക്ഷരം തിരിയാത്ത രൂപത്തിലൊന്നും എഴുതരുത്. ഇപ്പോൾ ഇവിടെ ഒന്നാമതായി കൊടുത്തിട്ടുണ്ട് ജബ്ബാറുൻ. അപ്പോൾ ഇത് എഴുതുമ്പോൾ ഇവിടെ ബാഇന് ഷദ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ബാഇന് നീട്ടിയിട്ടുണ്ട്, റാഇന് തൻവീൻ ലമ്മ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ച് ഇങ്ങോട്ട് എഴുതുക. അടുത്തത് ശുബ്ഹത്തുൻ. ശുബ്ഹത്തുൻ, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഷീനിന് 3 പുള്ളികളുണ്ട്, അതുപോലെ തന്നെ ബ ഉണ്ട്, ശേഷം ഹ ഉണ്ട്. ഹ ഒക്കെ ശ്രദ്ധിച്ച് എഴുതുക. ഹാഇൻ്റെ കോലം മാറാത്ത രൂപത്തിൽ ശ്രദ്ധിച്ച് എഴുതുക. പിന്നെ അവസാനം ഹാത്താ ഉണ്ട്. ഹാത്താ എഴുതുമ്പോൾ ഈ രൂപത്തിൽ തന്നെ എഴുതണം. മറ്റ് താകളുടെ രൂപത്തിലൊന്നും എഴുതരുത് കേട്ടോ. ഇതിലെങ്ങനെയാണോ എഴുതിയിട്ടുള്ളത് ആ രൂപത്തിൽ തന്നെ ഇങ്ങോട്ട് കോളത്തിലേക്കും എഴുതിയെടുക്കുക. 3 സഹ്ലുൻ, ഇവിടെയും ഹ ഉണ്ട്, അത് ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ തൻവീൻ ലമ്മ. 4-മത്തത് ജീദുൻ. ഇവിടെ ജീമിന് കെസറിനെ നീട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ യാ കൊടുത്തിട്ടുള്ളത്. യാതൊരു കാരണവശാലും ജീമിൻ്റെ താഴെയുള്ള കെസർ ഈ യാഇൻ്റെ താഴേക്ക് എഴുതരുത്. കാരണം ഇവിടെ ഈ കെസറിനെ നീട്ടാനാണ് ഇവിടെ യാ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ താഴെ എന്ത് ചെയ്യരുത്, കെസറിടാൻ പാടില്ല. പിന്നെ ദാൽ എഴുതുമ്പോൾ ശ്രദ്ധിച്ച് എഴുതണം, റ ആയി പോകരുത്. പിന്നെ ദൽകുൻ. ദൽകുൻ, ഇതൊക്കെ ലാമാണ്. ഇത് ലാമാണ്, ഇത് കാഫാണ്, മാറിപ്പോകരുത്. പിന്നെ ബസ്മുൻ. ബസ്മുൻ, ഇതിൽ മീം എഴുതുമ്പോൾ പല രൂപത്തിലും എഴുതാറുണ്ട്. ഈ രൂപത്തിലും എഴുതും, നമ്മൾ വേറെ രൂപത്തിലും പഠിച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെ എഴുതാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കഴിയുന്ന രൂപത്തിൽ എഴുതിയാൽ മതി കേട്ടോ. ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ എഴുതാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഓരോ കള്ളിയിലേക്കും ഓരോന്ന് എഴുതിയെടുക്കാം. ഇനി അടുത്ത പ്രവർത്തനം, നിറം കൊടുക്കാം. അടുത്ത പ്രവർത്തനം, അക്ഷരങ്ങൾ പദങ്ങളാക്കി ചേർത്തെഴുതാം. ഇവിടെ ഓരോ അക്ഷരങ്ങളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യണത്, ഒരു പദങ്ങളാക്കാം. അപ്പോൾ ഇവിടെ യ ദുൻ, യാ ഉണ്ട്, ദാലും ഉണ്ട്. അതൊക്കെ കൂട്ടി എഴുതുമ്പോൾ യദുൻ എന്നാണ് എഴുതേണ്ടത്. യഉ പിന്നെ ദാലും. യദുൻ കൂട്ടി എഴുതുമ്പോൾ എങ്ങനെ എഴുതാം, ചെറുതായിപ്പോയി. സ്ക്രീനിലായതുകൊണ്ട് കറക്റ്റായിട്ട് എഴുതാൻ കഴിയുന്നില്ല. യദുൻ, അങ്ങനെ തന്നെ കൂട്ടി എഴുതട്ടോ. 2-മത്തത് ബുൽഹുൻ. ബുൽഹുൻ എഴുതുമ്പോൾ ബ ലാമ കൂട്ടി എഴുതുക, പിന്നെ ഇത് ഹ ഉമ്മയും കൂട്ടി എഴുതുക, ലാമ. ബുൽഹുൻ. ബുൽഹുൻ, ഇത് താഴേക്ക് ഇറങ്ങരുത് കേട്ടോ. ഇതിൽ എഴുതിയപ്പോൾ ഞാനായി പോയതാണ്. അതായത് ഹ എന്ത് ചെയ്യരുത്, താഴെ മുട്ടരുത്, പൊന്തി നിൽക്കണം. ഓക്കെ, ശ്രദ്ധിക്കാം. ഇനി അടുത്തത് ജുഹ്ദുൻ. ജുഹ്ദുൻ, അത് എഴുതുമ്പോൾ ആദ്യം ജീം എഴുതുക,
എന്നിട്ട് ഹ എഴുതണം. താഴോട്ട് കൊടുന്ന് മുകളിലോട്ട് വന്ന് ഇങ്ങനെ കൊണ്ടുവരിക. പിന്നെ ദാല് ജു ഹ് ഹ് ദുൻ ജുഹ്ദുൻ. ഇതുപോലെ ചിലപ്പോൾ പദങ്ങൾ തന്നിട്ട് ഇതുപോലെ തന്നിട്ട് ഇങ്ങനെ ആക്കാൻ വരും. ഇപ്പോൾ ജുഹദ് എന്നുള്ളൊരു പദമാണ്. ഇതെന്ത് ചെയ്യണം? ഓരോ അക്ഷരങ്ങളാക്കി മാറ്റേണ്ടി വരും. അപ്പോൾ ജീമ് വേറാക്കുക, ഹ ഇതുപോലെ വേറെ തിരിക്കുക, ദാൽ ഇതുപോലെ വേർതിരിക്കുക.